ഒരു രൂപയുടെ വികസനം ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജിൽ നടത്തിയിട്ടുണ്ടോ എന്ന് തിട്ടപ്പെടുത്തി പറയണം. ആരാണ് നടത്തിയിട്ടുള്ളതെന്നും പറയണം. അല്ലാതെ വെറുതെ 300 കോടി അറിയത്. ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ്, എനിക്കറിയാം അവിടെ ആരാണ് വികസനം നടത്തി. പിന്നെ അതിജീവിതയുടെ കാര്യം പറഞ്ഞു. ആ കുട്ടി എൻ്റെ സുഹൃത്താണ്. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരും മന്ത്രിയും. അതിജീവിതയെ വെച്ച് മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. അതിജീവിതയെ വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചു. മുതലെടുക്കാനാണെങ്കിൽ അതിനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണോ? എങ്ങനെയാണ് ഒരു സ്റ്റാഫിന് കോടതിയിൽ പോയി അവരുടെ സ്ഥലം മാറ്റ ഉത്തരവ് മാറ്റി തിരിച്ചിവിടേക്ക് വരേണ്ടി വന്നത്? എന്നിട്ട് അവർക്ക് ജോലിയിൽ പ്രവേശനത്തിന് അനുമതി മനസ്സിലാക്കണം. 18ഓളം വേക്കൻസി വരണം. ഒരു വേക്കൻസി അവിടെ വരണം. അതിജീവിത അവിടെ ജോയിൻ ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ, ഈ സ്റ്റാഫ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ അതിജീവിത അവർക്ക് പിന്തുണയായിട്ടാണ് എത്തിയത്. സർക്കാർ ആ അതിജീവിതക്കൊപ്പമാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഉണ്ടാവോ? സർക്കാർ അത് പഠിക്കുകയും 3ാമത്തെ ദിവസം ഇവിടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുകയും ചെയ്തില്ലേ? അത് പഠിച്ചതിന് ശേഷം അത് കേരളം മുഴുവൻ ഈ വിഷയം ചർച്ചയായിട്ട് വലിയ ജനവികാരം ഉണ്ടായപ്പോഴല്ലേ? എന്താറിയോ, ഇത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അതിജീവിതക്കൊപ്പാണ് സർക്കാർ. സർക്കാർ എന്നുള്ളത് 100%. കത്തുവയിലെ പ്രശ്നം, കത്തുവയിലെ പെൺകുട്ടിയാണ്, 9 വയസ്സായ പെൺകുട്ടിയാണ്. ബൽക്കീസ് ബാനു 21 വയസ്സുകാരിയായിരുന്നു. 5 മാസം ഗർഭിണിയായിരുന്നു ബൽക്കീസ് ബാനു. പാലക്കാട് നടന്ന കേസില് ഗവൺമെന്റ് അല്ലേ അപ്പീൽ പോയത്? ഹൈക്കോടതിയിൽ പ്രതികളെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ 2ാമത് ഗവൺമെന്റ് അല്ലേ അപ്പീൽ പോയത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നോക്കാതെ ഉത്തരേന്ത്യയിലേക്ക് കൈയിടരുത് എന്ന് പറയുമ്പോൾ ആദ്യം മൂക്കിന് താഴെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിലേക്ക് കൈയിടുന്നത്. അഭിലാഷ്, ഒരു കാര്യം ചോദിക്കാൻ, ഇവിടുത്തെ ചർച്ച എന്താ? തെരഞ്ഞെടുപ്പല്ലേ? അതിലേക്ക് മറ്റു വിഷയങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ജോലി ചെയ്ത ആളാണ്, അവരുടെ സുഹൃത്താണ് ആ സഹോദരി. അവരും സർക്കാരും ആ സഹോദരിക്ക് ഒപ്പമാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആ സഹോദരിക്ക് ഫീൽ ചെയ്യുക? എന്തുകൊണ്ട് ഇന്നലെ അനിതയുടെ സമരപന്തലിൽ ആ സ്ത്രീ വന്നു? എന്താണ് ആ സ്ത്രീയുടെ അനിത എന്ന്? നിങ്ങൾ അവിടെ ജോലി ചെയ്ത ഒരാളല്ലേ? ആ അനിത എന്ന് പറഞ്ഞ ആൾക്ക് ഹൈക്കോടതിയിൽ നിന്ന്, വക്കീലാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, ഹൈക്കോടതിയിൽ നിന്നൊരു വിധി കിട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യത കേരള ഗവൺമെന്റിനും മെഡിക്കൽ കോളേജിനും ഇല്ലേ? എന്തുകൊണ്ട് ഇന്നലെ വൈകുന്നേരം സമരം രൂക്ഷമായ സമയത്ത് കോടതി അലക്ഷ്യ കേസ് കൊടുത്തപ്പോൾ എങ്ങനെ സർക്കാർ ഇന്നലെ രാത്രി 8 മണിക്ക്, ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഉത്തരവിട്ടു? അതൊന്ന് പറഞ്ഞു തന്നാൽ മതി, വൈകാരികമായി പറയണ്ട. എന്റെ ചോദ്യം, ഇന്നലെ വൈകുന്നേരം ഏത് റിവ്യൂ പെറ്റീഷനാണ്? എന്റെ ചോദ്യം, ഇന്നലെ വൈകുന്നേരം രാത്രി 8 മണിക്ക് ഏത് റിവ്യൂ പെറ്റീഷനാണ് വന്നിരിക്കുന്നത്? ഇന്നലെ മുട്ടുമടക്കി ഗവൺമെന്റ് സമരത്തിന് മുട്ടുമടക്കി എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കും സഹോദരി. നിങ്ങൾ നിൽക്കേണ്ടത് ഈ നാട്ടിലെ സഹോദരിമാർക്കൊപ്പമാവണം. നിങ്ങളുടെ തലയിൽ സ്വരൂപിച്ചെടുത്ത പ്രത്യയശാസ്ത്രത്തിലായിരിക്കരുത് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത്, നിങ്ങൾ ഒപ്പം നിൽക്കേണ്ടത് ഈ നാട്ടിലെ സഹോദരി. അതാണ് എന്റെ നിലപാട്. അതാണ് MK രാഘവൻ ചെയ്തത്. അതാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചെയ്യാത്തത്. പറയാനുള്ളത്, ഗവൺമെന്റ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ഗവൺമെന്റിന്റെ റിവ്യൂ പെറ്റീഷന്റെ മറുപടി പ്രിൻസിപ്പൾക്ക് വരണം. എന്നാലേ പ്രിൻസിപ്പളിന് ജോയിൻ ചെയ്യിക്കാൻ പറ്റൂ. അത് ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. ജോയിൻ ചെയ്യിച്ചു. വെറുതെ വായ തോന്നിയത് പറഞ്ഞു.